Hi guys, I'm Dr.Afsana, Academic Mentor, DBMCI Kottayam. So for the last few months, I had taken a break from academic mentorship due to some personal reasons. But many of you tried to contact me in WhatsApp, in phone, in Telegram, and I'm really happy that I have been of help for these people. നമ്മുടെ ഒരു അക്കാഡമിക് ഫേസിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് അപ്പോൾ ഈ ഫേസിലൊക്കെ നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടീവ് ഫിഗർ ആയിട്ട് ഒരാൾ കൂടെ ഉള്ളത് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ and that is the purpose of a mentor. And I'm really happy that I was able to be that mentor for you when you have felt stuck, and that is definitely my job. So we have 7 days left for NEET PG 2025. August 3rd ആണ് exam. So ഈ ഒരു ലാസ്റ്റ് മിനിറ്റിന് what all we can do for achieving the best score possible എന്നുള്ളതാണ് ഇന്ന് ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുവരെ നമുക്ക് ഇതൊരു മാരത്തോൺ ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് 1 month ഇറ്റ് ഈസ് എ സ്പ്രിന്റ്. ആൻഡ് ആ സ്പ്രിന്റിന്റെ ഏറ്റവും ഫൈനൽ ലാപ്പാണ് ഈ വരുന്ന 7 days എന്ന് പറയുന്നത്. സോ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഈ 7 days എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ സെഷനിൽ നോക്കാം. സോ ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു ടെൽ യു ഇസ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. സോ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരേ ഫുഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. You might have issues with your GT mark, GT scores, but do not bother about that right now. Because നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല പ്രിപ്പറേഷൻ, the best revision you could give, the best attempt in your GTs, ഇതെല്ലാം നൽകിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഈ ഒരു 7 days ബേൺ ഔട്ട് ആവാതെ നമുക്ക് പഠിച്ച് നീറ്റ് എക്സാമിലേക്ക് എത്തണം. സോ ഈ ഒരു സമയത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതാണ്. ഈ ഒരു ഫേസിലൂടെ ഞാനും കടന്നു പോയിട്ടുള്ളതാണ്. ഒരുപാട് ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ്. ബട്ട് വി ഹാവ് ടു ഗോ ത്രൂ ഓൾ ദറ്റ്, അല്ലേ? സോ അറ്റ് ദിസ് പോയിന്റ് ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് നോട്ട് ദ ടൈം ടു ലേൺ എനി ന്യൂ ടോപ്പിക്. ഇനി പുതുതായി ഒന്നും തുടങ്ങി വെക്കാനുള്ള സമയം ഇതല്ല. നിങ്ങൾക്കൊരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ട്. ചില GTകളിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഏരിയ അല്ലോ എന്നൊക്കെയുള്ള തോട്ട് വരും. ബട്ട് ട്രസ്റ്റ് മീ, അവോയ്ഡ് ദാറ്റ് ഫോമോ. ആ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് നമുക്ക് വേണ്ട. ഈ ഒരു 7 days ഇനി പുതിയതൊന്നും പഠിക്കാനുള്ളതല്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്താണോ അതിനെ ട്രസ്റ്റ് ചെയ്യാനും അതിൽ വർക്ക് ഓൺ ചെയ്യാനും അത് കൂടുതൽ നിങ്ങളുടെ മെമ്മറിയിലേക്ക് കീപ്പ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഉള്ള 7 days നിങ്ങൾക്കുള്ളത്. സോ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രിപ്പറേഷനെ യു ഹാവ് ടു ട്രസ്റ്റ് and then we have to move forward. So this is the first thing I have to tell you. Secondly, what I have to say is, ഇത് റിവിഷൻ ഉള്ള ടൈം ആണോ, ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യേണ്ട ടൈം ആണോ, GTs ചെയ്യേണ്ട ടൈം ആണോ, യു വിൽ ഡെഫിനറ്റ്ലി ബി കൺഫ്യൂസ്ഡ്. സോ നമുക്ക് ഈ ഒരു 7 daysനെ ഈസിലി അപ്രോച്ച് ചെയ്യാനായിട്ട് ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ കീ. ടു ബി മോർ ക്ലിയർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെക്കാളും ദ ടോപ്പിക്സ് ദാറ്റ് ആർ റിപ്പീറ്റഡ് ഇൻ ദ പ്രീവിയസ് ഇയർ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ ഹോട്ട് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഒന്നും കൂടി ഓടിച്ച് ബ്രഷപ്പ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ യു ക്യാൻ ഡിവൈഡ് യുവർ ടൈം അക്കോർഡിംഗ്ലി ആൻഡ് ഫോക്കസ് ഓൺ ദ ടോപ്പിക്സ് റാദർ ദാൻ ദ സബ്ജക്ട്സ്. ആൻഡ് വെൻ യു ആർ അറ്റംപ്റ്റിംഗ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ റൂളിംഗ് ഔട്ട് സ്കില്ല് ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ്. നിങ്ങൾ GTസിലെ സ്കില്ലുകൾ കുറെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, റൂളിംഗ് ഔട്ട് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടാവും, MCQ സ്കിൽസ് എങ്ങനെ പോളിഷ് ചെയ്യണമെന്ന് പല രീതികളിൽ നമ്മുടെ മെന്റേഴ്സ് എല്ലാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. സോ ഇതെല്ലാം നിങ്ങൾ GTസിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ GTസിനെക്കാളും ദ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ അപ്ലൈ ചെയ്യും എന്ന് വി ഹാവ് ടു ലേൺ. And that is possible only by repeatedly doing the previous year questions. Take a previous year question, understand the pattern. എന്ത് രീതിയിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ആൻഡ് അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ടോ അത് മനസ്സിലാക്കിയെടുക്കുക. ഇൻ മോസ്റ്റ് കേസസ് ഇൻ NEET PG 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 2 എണ്ണം മേ ബി എ ബ്ലണ്ടർ, ബട്ട് ദ അതർ 2 വിൽ ഡെഫിനറ്റ്ലി മേക്ക് യു കൺഫ്യൂസ്. സോ അതിൽ നിന്ന് എങ്ങനെയായിരിക്കും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുക, ആ സ്കില്ല് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫ് എക്സാമിനും ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. And also the previous year topics are important. Then another important thing is that ഈ ഒരു ടൈമിൽ കോൺസെപ്റ്റുകൾ കൂടുതൽ ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയമില്ല. ബട്ട് ഇഫ് യു ഹാവ് ഡൗട്ട്സ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് റിഫ്രഷ്, ബട്ട് ഇൻ എ സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം. പക്ഷെ അതിനേക്കാളും ഈ ഒരു ടൈമിലാണ് ദ മഗിങ് എ പീരിയഡ് സ്റ്റാർട്ട്സ്. അതായത് നിങ്ങളുടെ ഫോർമുലാസ്, ഗ്രാഫ്സ്, സൈക്കിൾസ്, ഫ്ലോ ചാർട്ട്സ്, ഇക്വേഷൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം റിവൈസ് ചെയ്യേണ്ടത് ഈ ഒരു 7 ദിവസമാണ്. ഇതെല്ലാം നമ്മൾ പറയില്ല, ലിറ്ററലി തലയിലേക്ക് കുത്തി നിറച്ച് വെക്കുക എന്ന് പറയുന്ന ആ ഒരു ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഈ 7 days ആണ്. സോ ദിസ് ഇസ് ദ കൗണ്ട് ഡൗൺ ഫോർ ദാറ്റ്.
സോ നിങ്ങൾക്കൊരു വോളറ്റൈൽ ബുക്ക് ഉണ്ടാവും. നിങ്ങൾ മറക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എൻട്രി ചെയ്ത് വെക്കുന്ന ഒരു വോളറ്റൈൽ ബുക്ക് ഉണ്ടാവും. ആ വോളറ്റൈൽ ബുക്ക് എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഇരുന്ന് വായിക്കാനും ആ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഒരു തവണ വായിച്ചാൽ അത് മഗപ്പ് ആവണമെന്നില്ല. റിപ്പീറ്റഡ്ലി അതേ കണ്ടന്റ് 7 days നിങ്ങൾ വായിച്ചാൽ എക്സാമിന്റെ അന്നത്തേക്ക് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ അത് ഉണ്ടാവും. യു ക്യാൻ ഡെഫിനറ്റ്ലി റിമെമ്പർ ദാറ്റ് ആൻഡ് റൈറ്റ് ഓൺ ദ MCQs. ആൻഡ് റിമെമ്പർ ദാറ്റ് അങ്ങനെ വരുന്ന മഗപ്പ് ക്വസ്റ്റ്യൻസ് ആർ യൂഷ്വലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ലെസ് ദാൻ 30 seconds or 45 seconds നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് വിൽ സേവ് എ ലോട്ട് ഓഫ് ടൈം. ഇറ്റ് വിൽ ഗിവ് യു മോർ ടൈം ഫോർ അതർ ക്വസ്റ്റ്യൻസ് ഓൾസോ. ആൻഡ് ദ തേർഡ് തിങ് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ്, നിങ്ങൾ GTs അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഈ ഒരു 7 days പീരീഡിൽ നിങ്ങൾ GTs അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. വാട്ട് ഐ വുഡ് സേ ഇസ്, നിങ്ങൾ ഇപ്പോൾ ഒരു നല്ല റാങ്ക് അല്ലെങ്കിൽ സ്കോർ ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്കൊരു 500 എബോ അല്ലെങ്കിൽ 450 എബോ ഉണ്ട് ആൻഡ് യു ആർ പ്രിറ്റി ഓക്കെ വിത്ത് ദ ലാസ്റ്റ് GT മാർക്ക് യു ഹാഡ്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ GTs അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ബിക്കോസ് വൺ സ്മോൾ ഫ്ലോപ്പ് ഇൻ വൺ അനദർ GT ദാറ്റ് കംസ്, ഇറ്റ് മേ ഷട്ടർ യുവർ കോൺഫിഡൻസ്. സോ റൈറ്റ് നൗ നിങ്ങളൊരു സെക്യൂർ പൊസിഷനിലാണ് എന്ന് നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടെങ്കിൽ ഫർദർ GTs അറ്റംപ്റ്റ് ചെയ്യുന്നതിന് പകരം റിവിഷനിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെയുള്ള റിവിഷൻ മെത്തേഡ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് യു കുഡ് ഇംപ്രൂവ് മോർ, യു നീഡ് എ ലിറ്റിൽ മോർ സ്കിൽസ് ടു പോളിഷ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GTs അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു 1 week സ്പാൻ ഇടയ്ക്ക് 2 GT കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഐ പ്രിഫർ 1 GT, ബട്ട് മാക്സിമം നിങ്ങൾക്ക് 2 GTs. എക്സാമിന് ഒരു ലാസ്റ്റ് 7 days, to be honest, I do not advise GTs at all. Because, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി നമുക്കൊരു GTയിൽ ഒത്തിരി മാർക്ക് കുറഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസിന് അതിന് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാകും. സോ ഡു നോട്ട് ഗോ ഫോർ ദാറ്റ്. ഓക്കെ, സോ റെസ്ട്രിക്ട് യുവർ GTs അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഒരുപാട് GTs ഈ ഒരു ടൈമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. തിങ്ക് അബൌട്ട് ദ ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ സമയത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യാൻ പാടുണ്ടോ? യു ക്യാൻ ഡു ക്വസ്റ്റ്യൻ ബാങ്ക്സ്, പക്ഷേ ഒൺലി ഓൺ ദ വീക്കസ്റ്റ് ഏരിയസ്. അതായത് എക്സാമിന് പോകുന്നതിന് മുമ്പ്, ഫോർ എക്സാമ്പിൾ എനിക്ക് SPMന്റെ ഫോർമുലാസ് ആൻഡ് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. സോ ഐ വാണ്ടഡ് എ ലിറ്റിൽ മോർ സ്കിൽ ടു അറ്റൈൻ ബിഫോർ ഗോയിങ് ഫോർ ദ എക്സാം ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. സോ അത് മാത്രം സെലക്ട് ചെയ്ത് കുറച്ച് നേരം അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ചെയ്ത് നോക്കുമായിരുന്നു. സോ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ ബാങ്കുകൾ ചെയ്യാനായിട്ട് പഠിക്കും. ദിസ് ഇസ് നോട്ട് ദ ടൈം ടു എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻ ബാങ്കും ഇരുന്ന് ഫുള്ള് ചെയ്ത് നോക്കി അതിൽ ശരിയെന്താ തെറ്റെന്താ, ഇതിനുള്ള ടൈം നമുക്കിപ്പോൾ ഇല്ല. നമ്മുടെ ഇത് ഈ ഒരു 7 days വളരെ ക്രിസ്പായിട്ട് കൺസൈസ് ആയിട്ട് വേണ്ടത് മാത്രം റിവൈസ് ചെയ്തിട്ട് പോകാന്നുള്ളതാണ്. സോ അതിനുള്ള ഏറ്റവും ഇഫക്റ്റീവ് മാർഗം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ പ്രീവിയസ് ഇയർ ടോപ്പിക്സും അതുപോലെ മഗപ്പ് ചെയ്യേണ്ട ടോപ്പിക്സും ആണ്. ഇത് മൂന്നിലുമായിരിക്കണം ഈ ഒരു 7 days നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് അബൌട്ട് ദ അക്കാഡമിക് പാർട്ട്. ബട്ട് ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, മറ്റൊന്ന് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്. സോ റിഗാർഡിംഗ് ദ ഫിസിക്കൽ ഹെൽത്ത്, യു ഷുഡ് ഹാവ് എ ഗുഡ് സ്ലീപ്പ്. സോ നിങ്ങൾ ഈ ഒരു 7 days നിങ്ങൾ എന്ത് സ്ലീപ്പ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നു അതേ സ്ലീപ്പ് ഷെഡ്യൂൾ ആയിരിക്കും എക്സാമിന്റെ തലേന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക. ഡെഫിനറ്റ്ലി ആൻസൈറ്റി ആൻഡ് സച്ച് തിങ്സ് വിൽ ക്രീപ്പ് ഓൺ. നമ്മുടെ സ്റ്റഡി ഡ്യൂറേഷൻ ഒക്കെ അൺനെസസറിലി ചിലപ്പോൾ 16 hours ഒക്കെ കൂടും. ഉറങ്ങുന്ന ടൈം 4 hour 3 hour ഒക്കെ ആയിട്ട് കുറയും. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ്. ഗിവ് യുവർ ബോഡി അഡക്വേറ്റ് റെസ്റ്റ്. നിങ്ങൾ അതുപോലെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ എല്ലാ ദിവസവും മസ്റ്റ് ആയിട്ട് 6 to 7 hours സ്ലീപ്പ് കമ്പൽസറി ആണ്. ഗുഡ് ഫുഡ് ഇസ് കമ്പൽസറി. നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സമയത്ത് മാക്സിമം അസുഖങ്ങളൊന്നും പിടിപ്പിക്കാതെ ലൈക്ക് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ, നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വിൽ ഓൾസോ വർക്ക് വെരി വെൽ. സോ ഡെഫിനറ്റ്ലി കീപ് യുവർ സെൽഫ് ഇൻ ദ ബെസ്റ്റ് കണ്ടീഷൻ പോസിബിൾ ഫോർ ദ എക്സാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ ഹെൽത്ത്, അല്ലേ? സോ ഈ ഒരു ഫേസ് ആസ് ഐ ഓൾറെഡി ടോൾഡ് വളരെ ആൻസൈറ്റി ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു ഫേസ് ആണ്. ഈവൻ ഫോർ മീ എക്സാമിന്റെ സമയത്ത് ലൈക്ക് there were literally last 7 days പോലും there were days I couldn't put my complete effort. There were days I couldn't study because what would be the result എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമ്മളെ ക്രീപ്പ് ഓൺ ചെയ്യും. ഒരുപാട് ഇനിയും റിവൈസ് ചെയ്യാനുണ്ട്, ഒരുപാട് ഇനിയും വായിക്കാനുണ്ട്, ഹൗ വിൽ ഐ ക്യാച്ച് അപ്പ് ഓൺ, ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ ക്രീപ്പ് ഓൺ ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് നോർമൽ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രിബഡി അറൌണ്ട് യു ഈസ് ഫീലിംഗ് ദ സെയിം. എല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. ഇതേ അവസ്ഥയിലൂടെയാണ് ഇവരെല്ലാവരും തന്നെ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. So this time, this is the best time to talk to your seniors, your mentors, your peers. See, I would advise, if you're somebody who is close to your parents or staying with your parents and all, ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും ഒന്നും do not convey it to your parents. Okay? ഈ ഒരു സമയത്ത് do not convey it. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് നമ്മളെക്കാളും സ്ട്രെസ്ഡ് ഔട്ട് ആവും. And seeing their stress will make us worry more. സോ ബെറ്റർ ഈ ഒരു ടൈമിൽ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങളോടോ, you can talk about any issues to us or to the people who you trust or people who can actually help you.
അപ്പം അങ്ങനെയുള്ള ആളുകളോട് മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ടൈമിൽ യാതൊരുവിധ നെഗറ്റിവിറ്റിയും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് തിങ് ഐ വോണ്ട് ടു ടോക്ക് ഇസ് അബൌട്ട് ദ എക്സാം ഡേ. എക്സാം ഡേയിൽ നിങ്ങൾ എന്ത് പ്ലാൻ ആണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ എക്സാം ഹാളിൽ കറക്റ്റ് ടൈമിൽ തന്നെ എത്തുക. ഹാവ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് യു ഷുഡ് സ്ലീപ് ഡെഫിനറ്റ്ലി വെൽ on the day before exam. And I know that it is not going to be easy for everyone. There will be anxiety. നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും, ഒരു ആൻറ്റിസിപ്പേഷനിലായിരിക്കും ഉറങ്ങാൻ പോകുക. നല്ലൊരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് അതിൻ്റെ തലേന്ന് ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ട്രൈ യുവർ ബെസ്റ്റ് ആൻഡ് കം ടു ദ എക്സാം ഹാൾ ഓൺ ടൈം. ആൻഡ് വെൻ യു ആർ അറ്റംപ്റ്റിംഗ് ദ എക്സാം, ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നിൽ 2 പ്ലാനുകളാണ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു അഗ്രസീവ് ഗെയിം പ്ലാൻ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫെൻസീവ് ഗെയിം പ്ലാൻ പോകാം, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ആർ ഫേസിങ്. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അത്യാവശ്യം ഈസി പേപ്പറാണ്, നല്ല രീതിയിൽ എല്ലാവരും സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള പേപ്പർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ അഗ്രസീവ് ഗെയിം പ്ലാൻ. നെവർ അറ്റൻഡ് ലെസ് ദാൻ 190 ക്വസ്റ്റ്യൻസ്. ഡിഫെൻസീവായിട്ട് എപ്പോഴാണ് കളിക്കുന്നത്? വെൻ യു ഹാവ് ഡൗട്ട് ദാറ്റ് അതർ പീപ്പിൾ മേ ഓൾസോ ഗെറ്റ് ഇറ്റ് റോങ്, എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഉദ്ദേശിച്ച പോലെയല്ല, കുറച്ച് ഔട്ട് ഓഫ് സംതിങ്സ് ഒക്കെ വന്നു. സ്റ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ഒരു ഡിഫെൻസീവ് ഗെയിം പ്ലാനിൽ പോലും നോബഡി ഈസ് ഗോയിങ് ടു ആൻസർ ലെസ് ദാൻ 180 ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ പ്ലാൻ ഓൾസോ. അധികം നെഗറ്റീവ് വരാതെ അറ്റംപ്റ്റ് ചെയ്യുക, ബട്ട് സ്റ്റിൽ പറ്റുന്ന അത്രയും ഇതുപോലെ തന്നെ റൂളിംഗ് ഔട്ടിൽ ചെയ്യാനായിട്ട് നോക്കുക. പക്ഷേ യുവർ ആൻസേഴ്സ് ഷുഡ് നെവർ ഗോ ലെസ് ദാൻ 180 ക്വസ്റ്റ്യൻസ്. സോ എങ്ങനെ പോയാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിങ് എപ്പോഴും 180 എബോ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു ഫേസിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ലൈഫ് ചേഞ്ചിങ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, 7 ഡേയ്സിന് ശേഷം when you're giving your best effort, you're going to get into your dream branch, you're going to get into your dream college. So life is going to change for good. And there might be some chance that things will not turn out well, and we have to address that also. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എഫേർട്ട് കുറഞ്ഞു പോയത് കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ആർ അൺലക്കി, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇന്റർപ്ലേ ഓഫ് മെനി തിങ്സ് അല്ലേ? അന്നത്തെ എക്സാമിൻ്റെ ദിവസം, എക്സാമിൻ്റെ പാറ്റേൺ, ദ തിങ്സ് യു റിക്കളക്റ്റഡ് ആൻഡ് ദ തിങ്സ് യു ഹവ് ലേൺഡ്, ദ തിങ്സ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ MBBS ലൈഫ്. പല കാര്യങ്ങളുടെയും കോംപ്ലെക്സ് ഇന്റർപ്ലേ ആണ് അന്നത്തെ ദിവസം പ്രതിനിധിക്കാൻ പോകുന്നത്. And we cannot predict how it is. So even if things go a little bad, do not lose your heart. Always and always attempt and always aim for your dream branch, for your dream college. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയിലേക്ക് ഒരിക്കലും നമ്മളെ പറിച്ചു വെക്കരുത്. Always go for what your heart wants. Okay? And by this, I'm concluding my session. Thank you.